എല്ലാവർക്കും അമ്മയുടെ വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവിന് വേണ്ട 6 കൂട്ടാൻ ഒരുമിച്ച് അമ്മ നിങ്ങൾക്ക് ഇത്തവണ ഉണ്ടാക്കി കാണിച്ചു തരാം. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അമ്മോട് പറയണേ. വിഷു സദ്യക്ക് വേണ്ട 2 കൂട്ടാനുകൾ ഇന്ന് അമ്മ ഉണ്ടാക്കി കാണിച്ചു തരാം. രണ്ടിനും ഒരേ കഷ്ണം തന്നെയാണ്. ചേനയും കായും കൂടി കാളനും ചേനയും കായും എരിശ്ശേരി. അതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കണത് കേട്ടോ. അതായത് തേങ്ങ, അല്ല ആദ്യം ചേന കായ, പിന്നെ തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കടുക്, ഉലുവ, ഉണക്കമുളക്, തൈര്, കരിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ രണ്ടിനും ആവശ്യമുണ്ട്. അത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഉണ്ടാക്കുമ്പോൾ കാണിച്ച് പറഞ്ഞു തരാം കേട്ടോ. ഇനി എങ്ങനെയൊക്കെയാണെന്ന് നന്നാക്കിയിട്ട് അതിൻ്റെ വിധങ്ങളും രീതികളും കാണിച്ചു തരാം കേട്ടോ. കാളന് വേണ്ട ചേനയും കായും നോക്കിയതാണ്, രണ്ടും. ഇത് എരിശ്ശേരിക്ക് വേണ്ട ചേനയും കായും നോക്കിയതാണ്. കണ്ടോ, ഇത് രണ്ടും ഏകദേശം കഷ്ണം ഒരുപോലെയാണ്. ഇടേണ്ട സാധനങ്ങൾ കാണിക്കാം. കഷ്ണം സെയിം അല്ലേ? അല്ല, രീതി നുറുക്കണം. അവിയലാണെങ്കിൽ വേറെ അല്ലേ. പിന്നെ നമുക്ക് കാളനിലേക്ക് കിടക്കാം. അതെ, മഞ്ഞപ്പൊടി കുറച്ച്, മുളക് പൊടി കുറച്ച്. മുളക് പൊടി കുറച്ചേ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അധികം മുളക് പൊടിയുടെ കളറ് വരരുത്, കാളന് ഭംഗി ഉണ്ടാവും. പിന്നെ കായയും ചേനയും കൂടിയുള്ള കാളനല്ലേ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം. സ്പൈസി കാളൻ, അധികം സ്പൈസി ഒന്നുമില്ല. തൈരൊക്കെ ഒഴിക്കില്ലേ. കുറച്ച് ഉപ്പ് പോരെങ്കിൽ പിന്നെ ഇടാം ഉപ്പ് കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളവും കൂടെ തളിച്ചിട്ട് വേവിക്കാൻ വയ്ക്കണം. കണ്ട, കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുക. ഇനി തൈര് ഒഴിക്കണമല്ലോ ഇതിൽ. ഇനി വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിൽ വയ്ക്കാം. കാളനുള്ളത് വേവിക്കാൻ വെച്ചു. ഇനി നമുക്കത് വെന്ത് വരണമല്ലോ. അപ്പോഴേക്കും നമുക്ക് എരിശ്ശേരിയുടെയും കൂടെ വേവിക്കാനാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്. കുരുമുളകൊന്നും വേണ്ട. ഇതും വേവിക്കാൻ വയ്ക്കും. രണ്ടും ചേനയും കായും തന്നെയല്ലേ, അപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് രണ്ടിനും മതി. ഒരേ ഐറ്റം ആണല്ലോ. 5 മിനിറ്റ് എരിശ്ശേരി. 2 കഷ്ണവും വെന്ത് വരണമല്ലോ. അപ്പോഴേക്കും കാളന് വേണ്ടത് അരയ്ക്കാം. അതിന് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും ഒരു പച്ചമുളക്. അധികം അരയരുത്, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അത് ആദ്യം അരയ്ക്കാം. ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം. 15 മിനിറ്റിൽ 2 ഡിഷ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടേ കുട്ടികൾക്ക് സിനിമ കാണാതിരിക്കാൻ വിഷുവിന്. ജീരകം ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഒന്നൊരു പച്ചമുളക് കൂടി പൊട്ടിക്കാം. അത്രേ വേണ്ടു, അധികം എരിവ് വേണ്ട. എരിവിനുള്ളത് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുക. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ചു വെച്ചു. ഇനി ഒന്ന് തൈരും കൂടി ഒരടി അടിച്ചെടുക്കണം. അതും കാണിച്ചു തരാം കേട്ടോ. കാളന് വേണ്ടതാണേ. തൈരിടണം. പതുക്കൊന്നടിച്ച് അത് മാറ്റി വയ്ക്കാം കേട്ടോ. തൈരടിച്ചെടുത്തു. ഇതൊരു പാത്രത്തിലേക്ക് ആക്കുക. എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതും കാണിക്കാം കേട്ടോ. കാളൻ്റെ ഒക്കെ റെഡിയാക്കി കൂട്ടിയെടുക്കണം. ഇനി എരിശ്ശേരിയുടെ അരയ്ക്കാം കേട്ടോ. എരിശ്ശേരിക്ക് ഓരോ വീട്ടിൽ വേണ്ടത്ര അളവെടുക്കണം കേട്ടോ. തേങ്ങ, ജീരകം മാത്രം മതി. ബാക്കിയൊക്കെ വേവിക്കാനിട്ടുണ്ടല്ലോ.
ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് വല്ലാണ്ട് അരയണ്ട, ഒരുമാതിരി മതി. ചേനയും കായും വെന്തു കാളനുള്ള ഇതിന് കച്ചട്ടിയിലേക്ക് കൊട്ടിയിട്ട് വേണം അരപ്പ് ചേർത്തെടുക്കാൻ. ഓക്കെ. വെന്ത് കൊട്ടി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അരച്ച് വെച്ചേക്കണം അരപ്പ് ചേർത്തെടുക്കാൻ. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചേക്കണത് ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിൽ വെച്ച് ഒന്ന് വെന്തതൊക്കെ കൂട്ടി ഒരുമിച്ചാക്കിയിട്ട് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് നല്ലോണം വറ്റിക്കുകയാണെങ്കിൽ കൊഴുക്ക് കാളനാവും. അത്രയും വറ്റിക്കാൻ നിന്നില്ലെങ്കിൽ വെറും കാളനാവും. ഇനി തൈര് ഒഴിക്കുകയാണ് കാളന്. എന്തല്ലേ കാട്ടിയത്? ബ്യൂട്ടിഫുൾ. തൈര് ഒഴിച്ചിട്ട് നോര പൊട്ടണത് കണ്ട ഇത്രയും മതി. ഇനിയിപ്പോ കുറുക്കിയൊക്കെ നമുക്ക് പിന്നെ സൗകര്യം പോലെ ഒരു ദിവസം വേണമെങ്കിൽ കുട്ടികൾ ഫ്രീ ആയിരിക്കും ഉണ്ടാക്കാം. വിഷുവിനെല്ലാം ഉണ്ടാക്കി എടുക്കണ്ടേ, അപ്പൊ ഓരോന്ന് പറ്റാൻ നിൽക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. അതാണ്. അപ്പൊ ഡിഷ് നമ്പർ 1 അതിന് വറുത്തിടണം. ഇപ്പോഴേ ഡിഷ് നമ്പർ പൂർത്തിയാവും. അപ്പൊ ഡിഷ് നമ്പർ 1 ആയിട്ടില്ല. ഇല്ല. ചീൻചട്ടി പഴയത് തന്നെ എടുത്തു. ദേഷ്യപ്പെടരുത്. എന്താന്ന് വെച്ചാല് ഇതാണ് വെളിച്ചെണ്ണ മൂക്കാനും ഉലുവ മൂക്കാനും കടുക് വറുക്കാനും ഒക്കെ നല്ലത്. ദേഷ്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. കാണിച്ചു തരാം. കടുകിടണു. പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ഇടാം. ഇനി എൻ്റെ ഡ്രോൺ വർക്ക് ചെയ്യും പൊട്ടി തുടങ്ങിയത് കൊണ്ട് ഇട്ടോളൂ അമ്മേ. ഉലുവ ഇടുന്നു. കരിവേപ്പില. ഞങ്ങൾ ക്യാമറക്കാർ ഇവിടെ റെഡിയാണ്. ഞാനും എൻ്റെ ക്യാമറ. അല്ല, വിഷു സദ്യ ഡിഷ് നമ്പർ 1 റെഡി. ചേനയും കായും കാളൻ. ചേനയും കായും എരിശ്ശേരി വേവിച്ചത്. എരിശ്ശേരിയുടെ എരിശ്ശേരി. അതിൻ്റെ അരപ്പരച്ച് വെച്ചിട്ടില്ലേ അത് ചേർക്കണേ. തേങ്ങയും ജീരകവും മാത്രം മതി. രണ്ടിനും ഏതാണ്ടൊക്കെ കൂട്ടുകൾ ഒരുപോലെ. പക്ഷെ കാളന് തൈര് ഒഴിക്കണം, ഇതിന് തേങ്ങ വറുത്തിടണം. അതൊക്കെയാണ് വ്യത്യാസങ്ങൾ. ആ അരപ്പിൻ്റെ ബാക്കിയും വേവിച്ചതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളയ്ക്കണം. എന്നിട്ട് വേണം വറുത്തിടാൻ. എരിശ്ശേരിയുടെ വേവും കാര്യങ്ങളൊക്കെ ആയി. ഇനി വറുത്തിടണം. അത്ര ഉള്ളൂ കേട്ടോ. ഇത് ഓഫാക്കിയിട്ട് മറ്റേത് ഓണാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പാർട്ടി പോലെ ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. വെളിച്ചെണ്ണ ചൂടായി. കടുകിടണു. അത് പൊട്ടണം. പൊട്ടട്ടത്. ഈ കടുക് എന്താ പൊട്ടാത്തെ? പൊട്ട് ഓഫീസിൽ പോണം. ഉണക്കമുളകും കരിവേപ്പില ഇടണം. ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടെ വറുത്തിടണം. അതാണ് എരിശ്ശേരിയുടെ പ്രത്യേകത. തേങ്ങ ഒന്ന് മൂക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് പൊട്ടാൻ. ശ്വാസകോശം പോലെ തേങ്ങ പോലെ ഇത് എരിശ്ശേരിയിലേക്ക് പൊട്ടണം. തവിടാണ്.
വറുത്തിട്ടത് മുഴുവനേ ഇതിലേക്ക് കിട്ടാൻ മുഴുവൻ അല്ല. അങ്ങനെ ഡിഷ് നമ്പർ 2 റെഡി. എരിശ്ശേരി ആൻഡ് കാളൻ റെഡി. കാളൻ എരിശ്ശേരി. ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇഷ്ടൂന് വേണ്ടത് കാണിച്ചു തരാം. ഇത് രണ്ടാമത്തെ പാലാണ്. രണ്ടാമത്തെ പാല് കൽച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു സവാള കുരുകുരെ നുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടു, 2 പച്ചമുളക് കൂട്ടും. സാധനങ്ങളുടെ അളവനുസരിച്ച് സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇത് ഇനി വെന്ത് വരുമ്പോഴേക്കും ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കുക. എന്നിട്ട് വെന്ത് വരുമ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വേവിച്ച് അതും പൊടിച്ചെടുക്കണം. അതും കാണിച്ചു തരാം കേട്ടോ. ഉള്ളി വെന്ത് വരുന്ന സമയമുണ്ടല്ലോ, സവാള ഉരുളക്കിഴങ്ങ് ദേ വേവിച്ചത്. ഇനി ഇത് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അത് വെന്തിട്ട് ഇതും കൂടെ അതിലേക്ക് ചേർക്കാം. ഇഷ്ടൂൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ക്യാബേജ് തോരൻ്റെയും കൂടി ആക്കിയെടുക്കാം. ചില സ്ഥലങ്ങളിൽ ക്യാബേജ് ഉപ്പേരിയ അല്ലല്ല, തേങ്ങ ഇടാത്തതാണ് ഉപ്പേരി. തേങ്ങ ഇട്ട തോരൻ. തേങ്ങ ഇട്ടത് ഉപ്പേരിയ ആണ്. എവിടെ? മെഴുക്കുവരട്ടി ഇല്ല അവിടെ, 2 ഉപ്പേരിയ ശരി എന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇത് കേട്ടോണ്ടിരിക്കുന്നവർ എന്നെ തെറ്റാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കണം. തിരുത്തി തരിക. ക്യാബേജ് പൊടി പൊടിയായിട്ട് അരിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു കൊച്ചു സവാളയും കൂടെ അരിഞ്ഞിട്ടു. വേണ്ട സ്റ്റൈലൊക്കെ മാറ്റി പല പലതറിയാം. ഇത് പുത്തൻ. ഇനി അതിലേക്ക് ഒരു കിള്ളി ഉപ്പിടുക. ഉപ്പ് അധികമാവരുത്, അതാണ് ഉപ്പ് കുറച്ചിടാൻ പാടില്ല. പോരെങ്കിൽ നമുക്ക് പിന്നെ ഇടാമല്ലോ. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക. ഉപ്പിട്ടൂല്ലോ. കുറച്ച് തേങ്ങ ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് തിരുമ്പുക. ഇത് തിരുമ്പി കഴിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിടും. എന്ന് വെച്ചാൽ തിരുമ്പുമ്പോൾ പച്ചമുളക് ഉണ്ടെങ്കിൽ കൈ പോകയില്ലേ കുട്ടികളുടെ, എൻ്റെ ആ. അപ്പം അത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ മുകളിൽ നുറുക്കിയിട്ടാൽ മതി. മറ്റേക്ക് ഇട്ടല്ലോ, പച്ചമുളകും കൂടെ കീറി അങ്ങോട്ട് ഇടും. തോരനൊന്നും ഇത്ര പേര് എരിവ് വേണ്ടല്ലോ. കയ്യിൽ മുട്ടിക്കാണ്ട ചെയ്യണേ. കുറച്ച് വെള്ളം കൂടെ തളിച്ചു. ഇതൊക്കെ കൂടി ഒന്ന് സ്വരുമിക്കാൻ വേണ്ടിയിട്ട്. രണ്ടധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇല്ല, ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചത് കണ്ടോ, സവാള വെന്തത് കണ്ടോ, ഇഞ്ചിയും പച്ചമുളകും ഇട്ട്. ആദ്യത്തെ പാലല്ല, അതവിടെ ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ പാലിലാണ്. ഇത് വേവിച്ചെടുക്കണ്ടേ. ഇഷ്ടൂൻ്റെ വാസന വരണം. അത് നിനക്ക് ആ ഇഞ്ചിയുടെ വേണം. ഇഞ്ചി എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. ഇഞ്ചി കടിയനാണ് ഞാൻ. അതെ, ഇഞ്ചി കടിച്ച സ്വഭാവം വേണ്ട, പക്ഷേ ഇഞ്ചി കടിയനായിരിക്കും. ഇതെല്ലാം കൂടി ഒന്ന് തളിച്ചിട്ടല്ല, പിന്നെ നമ്മുടെ ആദ്യത്തെ തലപ്പാലും കൂടി ഒഴിക്കും. ഇതാണ് തല. ഇതാണ് തലപ്പാൽ. ഇതിന്റെ പേരെന്താ അറിയോ? MS ധോണി എന്ന് വെച്ചാൽ ഒരാളുടെ പേരാ. ധോണി എന്ന് പറഞ്ഞാല് ചെന്നൈ, അയാള് ചെന്നൈ സൂപ്പർ കിങ്സുകാര് വിളിക്കണത് തല. അത് അജിത്തല്ലേ തല? അത് മാറി, അജിത്തിനെ വിളിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. അജിത്തിന് ഇഷ്ടല്ല. ധോണിയാണ് തല. ചിന്നത്തല ആരാന്നറിയോ? ചിന്നത്തല സുരേഷ് റൈന. അമ്മയ്ക്കാകെ സുരേഷ് പിള്ളയെ മാത്രമേ അറിയുള്ളൂ. അത് നമ്മുടെ സുരേഷ്. ഞാൻ പിള്ളന്നൊന്നും പറഞ്ഞു, സുരേഷ്. ഞാനുണ്ടല്ലോ ഈ കാണിച്ചു തന്നെ പോലെ എല്ലാ കുട്ടികളും ഇഷ്ടവും സാമ്പാറും ഒക്കെ വച്ച് സദ്യ ഉണ്ണുമ്പോ അമ്മയെ ഓർക്കുക, പടം എടുത്ത് അമ്മയ്ക്ക് അയക്കുക. മറക്കരുത്. വേണമെങ്കിൽ എന്റെ അമ്മയുടെ ഒരു പടം ഞങ്ങൾ വച്ചു തരാം. ഓർക്കുമ്പോ മുമ്പിൽ വെച്ചിരുന്ന് കഴിച്ചോട്ടെ. അതൊന്നും വേണ്ട, വേണ്ട. മുമ്പിൽ ഒരു വല്ല വിളക്കോ ഗണപതിയോ ഒക്കെ വെച്ചോ. ഗണപതി ഞാൻ ഇത് മുഴുവൻ തേങ്ങാപ്പാലല്ലേ, അപ്പൊ അധികം വെളിച്ചെണ്ണ വേണ്ട. അതാണ് ഇതിൽ നമ്മൾ തീർന്നോട്ടെ. ഇഷ്ടൂന്റെ മോൾ ഭാഗത്ത് ഗാർണിഷോ കരിവേപ്പില. ഇഷ്ടൂന്റെ പണി കഴിഞ്ഞു. ഇഷ്ടു ഡ്രസ്സിംഗ് ഓവർ. തോരന് വേണ്ടത് ചീഞ്ചട്ടി വീണ്ടും പഴയത്, രക്ഷപ്പെടരുത്.
യേശുന്ന് വെള്ളിയ കാണാത്തപ്പോ എവിടെയെന്ന് ചോദിക്കും ആൾക്കാർ. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിപ്പോൾ മൂക്കും. എണ്ണ ചൂടായി, കടുക് പൊട്ടിച്ചു, കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടു, ഇത്തിരി കരിവേപ്പില ഇടാം. ക്യാമറമാൻ ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് കരിവേപ്പിലേക്ക് ഇടുന്നു കേട്ടോ. ക്യാമറമാൻ അതൊക്കെ നോക്കി നിൽക്കണം, കണ്ണടച്ചല്ല നിൽക്കുക. നീ ക്യാബേജ് തിരുമ്പി വെച്ചി അതുകൂടെ അങ്ങോട്ടില്ല. എൻ്റെ അമ്മയൊക്കെ പറയും ഇലക്കറി വെക്കുമ്പോൾ കരിവേപ്പില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാബേജ് ഇലക്കറിയല്ലേ, അപ്പം അതിൽ കരിവേപ്പില ഇട്ടില്ലെങ്കിലും വിരോധമില്ല. നമ്മളിപ്പോൾ ഇടുന്നത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ അമ്മ തങ്കം, അവൻ്റെ അമ്മൂമ്മ തങ്കം ദ ഗ്രേറ്റ്. ഇതൊരു 5 മിനിറ്റ് അടച്ച് വേവിക്കും കേട്ടോ. അടച്ചു. അവിയലിൻ്റെ കഷ്ണം നുറുക്കി വെച്ചത് അടുത്ത അവിയലിലേക്ക് എത്തി. മറ്റേത് അവിടെ റെഡിയാവണം. ഓക്കെ. ഇതിൽ കായ, ചേന, മാങ്ങ, പടവലങ്ങ, ക്യാരറ്റ്, അച്ചിങ്ങ, വഴുതനങ്ങ എല്ലാം ഉണ്ട്. നീ വല്ലതും ബാക്കി കൊണ്ടുപോകണേ. അല്ല, ഇത്രയൊക്കെ വേണം അവിയലിന്. ഇത് നല്ലോണം കഴുകിയിട്ട് പിന്നെ അത് കാണിച്ചു തരാം കേട്ടോ. അവിയലിൻ്റെ കഷ്ണം നല്ല വൃത്തിയായിട്ട് കഴുകി മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിടണം, ഞാൻ കുറച്ച് കരിവേപ്പില ഇടുക വേവിക്കണതിന് മുമ്പേ. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇടുക. മാങ്ങ ഇട്ടിട്ടുണ്ടല്ലോ, പുളി വേറെ വേണ്ട. ചിലർ തൈരിടും, ചിലർ പുളിയിടും. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും സൗകര്യവും പോലെ എന്നിട്ട് നല്ലോണം ഇങ്ങനെ തിരുമ്പും. എന്നിട്ട് ഈ കഷ്ണം കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കും. ഓക്കെ, അതാണ് ട്രിക്ക്. അല്ലെങ്കിൽ കുഴയും. അതിലേക്ക് ഇടട്ടെ കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും സാധനമൊക്കെ ഉണ്ടല്ലോ, കഴുകിയിട്ട് കുറച്ച് വെള്ളം. വിഷു സ്പെഷ്യൽ അവിയലായതുകൊണ്ടാണ് തോന്നുന്നത്. ആടുണ്ട്. വിഷുവിന് ആടുവോ? എല്ലാവരും കളർ പിടിക്കില്ലേ? പിന്നെ വിഷുവിന് പടക്ക പൊട്ടിക്കാം, കള്ളല്ല പിടിക്കും. ഒരൊറ്റ ആവി മതി, 2 ശബ്ദം വരുമ്പോഴേക്കും അത് നല്ലോണം വെന്തോളും. ഓക്കെ, വയ്ക്കാൻ വെക്കണോ? ക്യാബേജ് തോരനായി. സെറ്റായി. ഓഫാക്കണു. ഞാൻ അവിയൽ വേവിക്കാൻ വെച്ചു. കഴിയുമ്പോൾ ഇത് കാണിച്ചു തരാം. നമ്പർ 4. 4 ആണോ? അവിയലാകുമ്പോൾ 5, ഇത് 4. നീ അവിയലിനെ അരക്കട്ടെ കേട്ടോ. അവിയലിൻ്റെ കഷ്ണം വേകുമ്പോഴേക്കും അരച്ചെടുക്കാം കേട്ടോ. അവിയലിന് വല്ലാണ്ട് അറിയണ്ട. തേങ്ങ, പച്ചമുളക് ഒരെണ്ണം മതി, അധികം എരിവ് വേണ്ടല്ലോ, ഇട്ടുണ്ടല്ലോ അതിൽ. കുറച്ച് ജീരകം, ഇതൊന്ന് ഒതുക്കിയെടുക്കും. കഷ്ണം വേവിച്ചു. ഈ തേങ്ങ ഒതുക്കിയത് കാണിച്ചില്ലേ, അതുകൂടി ഇതിലേക്ക് ഇടണം. തേങ്ങ ഇടുക, ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വേവിക്കും. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണമല്ലോ, തേങ്ങയും ജീരകവും പച്ചമുളകും. ചൈനീസ് ശാസ്ത്രം അനുസരിച്ച് സ്പൂൺ ഉപയോഗിക്കാനേ പാടില്ല, നമ്മൾ കൈ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യണം. ഞാൻ ചൈനീസ് അല്ലല്ലോ. എല്ലാം കൂടെ ഒന്നുകൂടി അടുപ്പിൽ വെച്ച് ഒരു യോജിപ്പാക്കി എടുക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. തേങ്ങ പച്ചയല്ലേ, അത് വേവണ്ടേ ഒന്ന്. സ്വാദിഷ്ടമായ അവിയൽ റെഡി. അതിലേക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനിതിപ്പോൾ എല്ലാ ഡിഷിനും ഇത് പറയുന്നുണ്ട്. എന്ത് റെഡി എന്ന് പറയുമ്പോൾ അമ്മ പറയും കഴിഞ്ഞിട്ടില്ല. കഴിയാണ്ടെങ്ങനെ കഴിഞ്ഞു എന്ന് പറയുക. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം.
എന്നിട്ട് കുറച്ച് കറിവേപ്പില. സാമ്പാറിന് കുറച്ച് പുളി വെള്ളത്തിൽ. അടുത്തത് സാമ്പാർ. പുളി വെള്ളത്തിലിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതെന്ന് വെച്ചാൽ അമ്മ ഇത്തവണ വേവാത്ത കഷ്ണങ്ങളൊന്നും ഇടണില്ല. തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങാക്കായാണ്. തക്കാളി, മുരിങ്ങാക്കായ, വെണ്ടയ്ക്ക. അയ്യോ, വെണ്ടയ്ക്ക ഒന്ന് നുറുക്കണം, അത് മറന്നു ഞാൻ. വെണ്ടയ്ക്ക മുറിക്കണത് ഞങ്ങൾ രണ്ടാമത് പുളി വെള്ളത്തിൽ നിന്ന് എടുത്തു. അബദ്ധം പറ്റിയെന്ന് പറയും. അങ്ങനെയും വേണമെങ്കിൽ പറയാം. അങ്ങനെ വേണമെങ്കിലല്ല, അതാണ് ശരി. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, പരിപ്പ് വേവിച്ച് വെക്കണം കേട്ടോ ആദ്യം. പച്ചമുളക്, ഇത്തിരി ഉപ്പുപൊടി. അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇതിനൊന്നും വലിയ വേവില്ല, പെട്ടെന്നാവും. അത് കഴിഞ്ഞിട്ട് പരിപ്പ് മിക്സ് ചെയ്യാം കേട്ടോ. വേവിച്ച പരിപ്പ് കണ്ടോ, കഷ്ണം വെന്തു. പരിപ്പ് വേവിച്ച് വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എത്ര ആൾക്കാരുടെ അളവ് നോക്കിയിട്ട്. ഇപ്പം ഞാൻ കുറച്ച് വേവിച്ചോട്ടുള്ളൂ, അത്ര മതിയല്ലോ. 2 വയറല്ലേ ഉള്ളൂ. ഇതിനെയും കൂട്ടി 3 വയർ. എല്ലാം കൂടെ ഒന്ന് മിക്സായി തിളക്കട്ടെ കേട്ടോ. പഴയ സാധനം ഇടാൻ പോണോ? പേര് പറയുന്നത് വറുത്തിട. ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ, മോന് കൊച്ചിയിലെ കുറുക്കിയിരുന്ന ചീനച്ചട്ടിയാ. നല്ല ചീനച്ചട്ടി. എന്തായാലും കുറുക്കോടെ തുടങ്ങിയതാ. പൊടിയും എന്താ കണ്ണങ്കായൊക്കെ കുറുക്കുമല്ലോ. കണ്ണങ്കായ അത് ഈ ചീനച്ചട്ടിയിലായിരുന്നു. അച്ഛൻ്റെ അമ്മ വന്നത് അത് കുറുക്കാൻ. സാമ്പാർ സോസ് റെഡി. സൂപ്പർ. ഇപ്പം എല്ലാം 6 വിഷു 6 അടിച്ചു. ഇങ്ങനെ വിഷുവിൻ്റെ 6 ഡിഷുകളായി. സാമ്പാർ, കാളൻ, പുളിശ്ശേരി, ഇഷ്ടു, അവിയൽ, തോരൻ ആൻഡ് എരിശ്ശേരി. ഓക്കെ.